എല്ലാ പോർഷനിലും കഥയിലൊരു ഗ്രാഫ് ഉണ്ട് വേർ വൺ കണക്ട്സ് ടു അനദർ. അതായത് ശ്രീകുട്ടൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റിലാണ് സർ സി പിയുടെ ഇൻട്രോ. ആൻഡ് അന്നും അവൻ ആ ഭിത്തിയിൽ നിന്നും ക്ലാസ്സിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആൻഡ് ശ്രീകുട്ടൻ അന്ന് സി പി വന്ന മൊമെന്റ് മുതൽ അല്ല ഹീസ് റൂയിനിങ് ഹിംസെൽഫ് എന്നാണെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഹീസ് ഗെറ്റിംഗ് റൂയിൻഡ് എന്ന് പറയാം. പിന്നെ ശ്രീകുട്ടൻ ആക്ച്വലി ഇതിന് റിവോൾട്ട് ആവുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ സർ സി പി ഒന്ന് ആ ക്ലാസ്സിൽ നിന്ന് ശ്രീകുട്ടനെ പണിഷ് ചെയ്ത് ബോളിൽ നോക്കി തിരിച്ചിരിക്കുമ്പോഴാണ്. ഈ സ്റ്റേജിങ് ഇത്രയും എങ്ങനെയാണ് ലേയേർഡ് ആയിട്ട് കണക്ട് ചെയ്തത്? അത് ഇത്രേ ഉള്ളൂ. സി പി വരുമ്പോൾ ശ്രീകുട്ടൻ ബെഞ്ചിലുണ്ടാവാൻ പാടില്ല. സി പി പിന്നീട് വേണം ശ്രീകുട്ടനെ കാണാൻ. സോ ശ്രീകുട്ടൻ്റെ പ്ലേസ്മെൻറ്റ് ഇവിടെ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ റിവേഴ്സ് ആലോചിച്ചപ്പോൾ അവൻ ഒബ്വിയസ്ലി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മീനാക്ഷിയെ നോക്കിയിരിക്കും. അത് കണ്ടിട്ട് പൂർത്തി മിണ്ടായിരിക്കില്ല, എന്തെങ്കിലും പാര പണിയും. ടീച്ചർ ഇത് കാണും, പൊക്കി നിർത്തും, ഇങ്ങനെ വർക്ക് ചെയ്യുക. ആ സീനിൽ ശ്രീകുട്ടൻ ഇവിടെ, അതായത് കോൺഫ്ലിക്ട് കൈവെക്കുന്ന സീനിൽ ഇവിടെയാണ് ആ ഒരു സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ഇമ്പാക്റ്റ് വരുള്ളൂ. അവിടെ വേറെ ക്ലാസ്സിൻ്റെ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും അത് ചിലപ്പോൾ വർക്കായെന്ന് വരില്ല. ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തിരിച്ചു നിർത്തി തൻ്റെ മുന്നോട്ട് ഇനി ഒന്നുമില്ല, എല്ലാം ഒരു ഭിത്തിയാണെന്ന് നിൽക്കുന്നവർ കൈവൊക്കിയിട്ട് തിരിഞ്ഞ് നിൽക്കുന്നത്. ഐ എം നോട്ട് ഫോളോയിങ് യു, ഐ എം ഫോളോയിങ് മൈ ഓർഡർ എന്നുള്ള രീതിക്ക് തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ അവനെ അവിടെ എത്തിക്കാം? അപ്പോൾ സി പി ഇത് എഴുതുമ്പോൾ ശ്രീകുട്ടൻ സാർ ഞങ്ങൾ എഴുതിയില്ല എന്ന് പറഞ്ഞ് ഇതായി കഴിഞ്ഞാൽ തിരിച്ച് വലിച്ച് അവിടെ കൊണ്ട് നിർത്താം. സോ ഇത് റിവേഴ്സാണ്. ജോണി ആൻ്റണി സാറ് ഇയാളെ താൻ ആരോടൊന്ന് ചോദിക്കുന്ന ആ സീനിൽ കേട്ട് കഴിഞ്ഞാൽ അറിയാം, റൈറ്റിലേക്ക് നമ്മൾ സ്പീക്കർ ചെയ്തിട്ടുണ്ട്, ബെഞ്ച് നിരക്കുന്ന സൗണ്ടും ഇതെന്തിന് ബെഞ്ച് മാറ്റുന്നു എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്ന സൗണ്ടും ആ ഡീറ്റെയിലിങ്ങിലുണ്ട്. അപ്പോൾ അതും നമ്മൾ സൗണ്ട് ഡിസൈനിങ്ങിൽ ചെയ്തൊരു പരിപാടിയാണ്.